കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കുടിവെള്ളത്തിൽ മാലിന്യമെന്ന സംശയം. വൈറൽ ഫീവറും വയറ്റിളക്കവും ഛർദിയുമായി 30ഓളം പേർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് DLF ഫ്ളാറ്റിൽ പരിശോധന നടത്തും. സൈഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസ, വെള്ളം മൂലം അസ്വാസ്ഥ്യമുണ്ടാകുന്നത് ഇതാദ്യമല്ല. അവിടെ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടേക്ക് എത്തിക്കുന്ന കുടിവെള്ളത്തിലാണോ പ്രശ്നം? ഗുഡ് മോർണിംഗ് സുജയ. കുടിവെള്ളത്തിൽ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫ്ളാറ്റ് നിവാസികൾ പറയുന്നത് ജലജന്യ രോഗങ്ങൾ പടർന്നതായി അറിയില്ല എന്നാണ്. പക്ഷേ 15 ടവറുകളിലായി 4500ഓളം പേരാണ് ഈ കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്നത്. അവരിൽ 30ഓളം പേർക്കാണ് നിലവിൽ ഇപ്പോൾ ഛർദി, വയറിളക്കം, വൈറൽ പനി തുടങ്ങിയ അസുഖങ്ങൾ കണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു രോഗബാധ അല്ലെങ്കിൽ പടർന്നു പിടിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം 4500ഓളം പേർ താമസിക്കുന്നിടത്താണ് ഈ 30 പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരിക്കുന്ന വൈറൽ ബാധയുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം വളരെ ഗൗരവമായാണ് തൃക്കാക്കര നഗരസഭ കാണുന്നത്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് 12 മണിക്ക് ഒരു യോഗം ചേരുകയും ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിലെത്തി സർവേ നടത്തുകയും ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കുടിവെള്ളത്തിലെ പ്രശ്നമല്ല എന്നാണ് ഫ്ളാറ്റ് അധികൃതർ പറയുന്നത്. എങ്കിൽ പോലും കുടിവെള്ളം അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാകും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ. ഓക്കെ, സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് DLF ഫ്ളാറ്റിലാണ് കുടിവെള്ളത്തിൽ മാലിന്യമെന്ന സംശയം ഉയരുന്നത്.